പശുപ്പാറ നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്നു. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഉപ്പുതറ പശുപ്പാറ കാറ്റാടിക്കവല റോഡിന്റെ എസ്റ്റിമേറ്റ് എടുത്തു. റോഡ് നിർമ്മാണത്തിനായി 3 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. 25 വർഷത്തിലേറെയായി പശുപ്പാറ നിവാസികൾ യാത്രാ ദുരിതത്തിലാണ്. നിരവധി നിവേദനങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിൽ 2020-ൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി മുൻ MLA ES ബിജിമോൾ 3 കോടി രൂപ ഫണ്ട് അനുവദിച്ചിരുന്നുവെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നിർമ്മാണം നടത്താനായില്ല. ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ പ്രതിനിധികളുടെയും നിരന്തരമായ സമ്മർദ്ദത്തിനൊടുവിൽ അഡ്മിനിസ്ട്രേറ്റീവ് കാലാവധി കഴിഞ്ഞ റീബിൽഡ് കേരളയിലെ 32 പദ്ധതികളിൽ പശുപ്പാറ റോഡും സ്ഥാനം പിടിച്ചു. നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന് പശുപ്പാറ റോഡിന് മാത്രം സർക്കാർ അംഗീകാരം നൽകുകയായിരുന്നു. 8 മീറ്റർ വീതിയിൽ ടാറിംഗ് നടത്താൻ മുമ്പ് എസ്റ്റിമേറ്റ് എടുത്ത് നടക്കാത്ത സാഹചര്യത്തിൽ 6 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മാണം ആരംഭിക്കുവാൻ എസ്റ്റിമേറ്റ് എടുത്തു. നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കുവാൻ സാധിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV ജോൺ പറഞ്ഞു. കേരള പദ്ധതിപ്പെടുത്തി കഴിഞ്ഞ പ്രളയത്തിന് ശേഷം അനുവദിച്ചതാണ് ഗവൺമെൻറ് 3 കോടി രൂപ. സാങ്കേതിക പ്രശ്നങ്ങളുടെയൊക്കെ കാരണങ്ങളാലും സമയബന്ധിതമായി ആ പണിയുടെ AS നഷ്ടപ്പെടുകയും ചെയ്തു. 3 വർഷത്തേക്കാണ് AS കിട്ടുന്നത്. നിരന്തരമായ ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായി ഗവൺമെൻറ് നടത്തിയ സമ്മർദ്ദത്തിൻ്റെ ഇടപെടലിൻ്റെയൊക്കെ ഭാഗമായി വീണ്ടും 3 കോടി രൂപ അനുവദിക്കുന്ന തരത്തിലേക്ക് ഇപ്പോൾ പദ്ധതി മാറിയിട്ടുണ്ട്. ഒരാഴ്ചക്കകം എസ്റ്റിമേറ്റ് ആക്കി ഡീറ്റെയിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചീഫ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്ന്. അതുകൊണ്ട് ഇപ്പോൾ എസ്റ്റിമേറ്റ് എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MT മനോജ, P നിക്സൺ, ഗ്രാമപഞ്ചായത്ത് അംഗം ലീലാമ ജോസ് എന്നിവർ ഉദ്യോഗസ്ഥർക്കൊപ്പം എത്തിയിരുന്നു. സിറ്റി വിഷൻ, ഉപ്പുതറ.